നമസ്കാരം. സുഖമല്ല മാഡം? ഇൻട്രസ്റ്റ് അങ്ങോട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായില്ല. അല്ല അത് കിട്ടി ഞാൻ അതിന് വന്നതല്ല. ഞാനേ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ കൂടെ കുറച്ചും കൂടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓ അത് നന്നായി, അത് നന്നായി. അല്ല ഞാൻ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നിപ്പോ നമ്മളിപ്പോ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, റിസ്ക് ആണ്, ബിസിനസ് റിസ്ക് ആണ്. പിന്നെ മാഡത്തിനൊരു സ്പെഷ്യൽ സ്കീം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് 1-ാം തീയതി തൊട്ട്. ഈ കുറേശ്ശെ പൈസ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അക്ഷയ തൃതീയ ദിവസം ഉണ്ടല്ലോ, നമ്മളൊരു 1/2 കിലോ കട്ട വീട്ടിലെത്തിച്ചു തരും. എന്ത് കട്ടാ? ഈ സ്വർണത്തിന്റെ. അത് എങ്ങനെയാണ്? അത് കുറേശ്ശെ പൈസ അടക്കാം. അപ്പൊ നിങ്ങളുടെ പൈസയുടെ അളവ് അനുസരിച്ചിട്ടുള്ള ഒരു കട്ട രാവിലെ വാതിൽ തുറക്കുമ്പോ തന്നെ നമ്മുടെ ആള് അവിടെ വീട്ടില് അതൊരു ഐശ്വര്യം. സ്വർണം എന്ന് പറഞ്ഞ ഭ്രാന്ത. ഈ അക്ഷയ തൃതീയാണ് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു സ്കീം മാവേലി നാടുവാണിയിടും കാലം എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അധികം സ്വർണ്ണമൊന്നും ഇപ്പൊ കാശുള്ളവരൊന്നും ഇട്ടു നടക്കാറില്ലല്ലോ. അപ്പൊ ഈ കള്ളന്മാര് പറിച്ചുണ്ടൊക്കെ ഓടാതിരിക്കാൻ അതും നമ്മളെ ഏൽപ്പിച്ചാല് അതിനൊരു കൃത്യമായ ഇൻട്രസ്റ്റ് തരും. പിന്നെ സ്വർണ്ണം ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഇവിടുന്ന് തന്നെ ഒന്ന് എടുക്കുക. പിന്നെ കല്യാണം ആവശ്യമോ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് മാവേലി നാടുവാണിയിടും കാലം. അപ്പൊ ഈ മാവേലി നാടുവാണിയിടും കാലം അടിയല്ലേ മാഡത്തിന്? അല്ല അതെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയെന്ന് എനിക്ക് തോന്നണേ. ഇല്ല, സാറിനെ കാണാൻ ഒരു 2-3 പേര് മുകളിലുണ്ട് പലിശ വാങ്ങണത്. കുറച്ചും കൂടി സാർ ഇൻവെസ്റ്റ് ചെയ്താ 1-ാം നമ്പർ സാറാവും. അതിന് അവാർഡും കൊടുക്കും നമ്മൾ ഇവിടുന്ന്. ബലൂണോട് നമുക്ക് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അത് നമുക്ക് നടക്കൂല. കുട്ടികൾക്ക് ചെറിയ ബലൂണ്, മുതിർന്നവർക്ക് നമുക്ക് ഉത്സവ സ്ഥലത്ത് കളിക്കുന്ന വലിയ ബലൂൺ. ആകാശത്തിലേക്ക് പോകുമ്പോൾ വലിയ ബലൂൺ എടുത്ത് ആൾക്കാർ തൂങ്ങി പോകുന്നുണ്ടില്ല. അത് തന്നെയാണ് വിശ്വാസം. അതെ, വെറുപ്പിക്കണ്ട. സത്യശീലനല്ലേ? സുഖല്ലേ? ഓ സുഖം. ഞങ്ങള് കുറച്ച് സംഖ്യ കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാ. അതെയോ? ഇപ്പൊ ഒരു 10 ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഇൻട്രസ്റ്റോ കൃത്യമായിട്ട് കിട്ടത്തില്ലേ? ഓ അല്ല സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് ചോദിക്കാം. പിന്നെന്താ, നല്ല കാര്യമായിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കുറെ കാലം ഗൾഫിലൊക്കെ അധ്വാനിച്ച് ഒരു വലിയ സംഖ്യയൊക്കെ നാട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ ഈ സംഖ്യ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സൗകര്യം ഉണ്ടല്ലോ. ചേച്ചി സുഖല്ലേ? അല്ല മറ്റേ ജോലിക്ക് ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ല, ചേട്ടന് ഇഷ്ടല്ല. അല്ല ഇതിന് ആവശ്യമില്ലല്ലോ. ഇല്ല, പിന്നെ നമ്മുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ഒരാള് വേണം. എല്ലാം ഡീൽ ചെയ്യുന്ന അവളാ. അല്ല സാറിന്റെ കുടുംബമൊക്കെ ഗൾഫിലാണ്, ദുബായിലാണ്. കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. പിന്നെ അവിടെ നമുക്കൊരു സ്ഥാപനം ഉണ്ട്. അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിന്റെ മേലോട്ട് അവളാ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഒരാഴ്ചയിൽ അങ്ങോട്ട് പോകും, നേരെ തിരിച്ചിങ്ങോട്ടും വരും. അങ്ങനെയാണ്. അല്ല എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഒരു ചായ കുടിച്ചില്ല. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിറങ്ങിയുള്ളൂ. നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചു. സന്തോഷം. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി.